അമ്മ മനസ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലക്ഷ്മിയമ്മ കരഞ്ഞുകൊണ്ട് മഹേന്ദ്ര സാറിനോട് പറയാണ്, എന്ന് മഹേഷ് ഈ വീട്ടിലേക്ക് വന്നോ അന്ന് തുടങ്ങി ചന്ദ്രികയുടെയും മലറിൻ്റെയും കഷ്ടപ്പാട്. എന്നിട്ട് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ചന്ദ്രികയെയും മലറിനെയും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ. അത്ര പറഞ്ഞപ്പോഴേക്കും മഹേന്ദ്രൻ സാർ ഇടപെടുകയാണ്. മുഴുമിക്കാൻ സമ്മതിച്ചില്ല. ചന്ദ്രികയ്ക്ക് ഒന്നും സംഭവിക്കില്ല ലക്ഷ്മി, നീ ധൈര്യമായിട്ടിരിക്കുക, ദൈവം നമ്മളെ കൈവിടൂല. ഇത്ര വർഷം കഴിഞ്ഞ് ചന്ദ്രികയും മലറിനെയും നമുക്ക് തന്ന ദൈവം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളിൽ നിന്ന് പിരിക്കൂല. അപ്പം ലക്ഷ്മിയമ്മ സങ്കടത്തോടെ പറയാണ്, ചന്ദ്രികയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ആ മഹേഷ് അവളെന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ തൊണ്ട ഇടറിക്കൊണ്ട് തന്നെ പറയുന്നത്, ചന്ദ്രികയ്ക്ക് ഒന്നും ആവില്ല, നീ പേടിക്കല്ലേ. ഞാൻ കമ്മീഷണറെ കണ്ട് ഈ കേസ് ഒന്ന് വേഗം നോക്കണമെന്ന് പറയട്ടെ, നീ പേടിക്കാതിരിക്കേ. ഞാൻ ജ്യൂസ് ഇവിടെ വെക്കുന്നുണ്ട്, നീ അതെടുത്ത് കുടിക്കണം എന്നും പറഞ്ഞ് മഹേന്ദ്രൻ ആ റൂമിൽ നിന്നും പോവുകയാണ്. ലക്ഷ്മിയമ്മ ഒരേ കരച്ചിലാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ കൈകൂപ്പി പറയാണ്, ദൈവമേ നീ എൻ്റെ കുട്ടികളെ എന്നിലേക്ക് തന്നെ കൊണ്ടുപോവാ, അവർക്കൊന്നും സംഭവിക്കല്ലേ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ കാണിക്കുന്നത് മനോഹറിൻ്റെ അടുത്തേക്ക് ആ റൗഡി വന്നിട്ട് പറയാണ്, സർ ഞാൻ സിലിണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മനോഹർ പറയാണ്, ഒരു പ്രശ്നമില്ലാത്ത കഥ കഴിക്കുമല്ലോ. അപ്പോൾ അയാൾ പറയും, നിങ്ങൾ അതിലൊരു പേടിയും പേടിക്കണ്ട, ഒരു പ്രശ്നം വരില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും മഹേഷും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ മനോഹർ പറയും, മഹേഷേ ഇവ സിലിണ്ടർ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മഹേഷ്, ചന്ദ്രികയെയും മലറിനെയും ഞാൻ വണ്ടി കയറ്റിയിട്ടുണ്ട്, വരി നമുക്ക് ഈ സിദ്ധാർത്ഥിൻ്റെ കഥ കഴിക്കാം. അപ്പോൾ മനോഹരും പറയും, വരി നമുക്കവനെ ശരിപ്പെടുത്താം. അങ്ങനെ 3 പേരും സിദ്ധാർത്ഥിൻ്റെ മുറിയിലേക്ക് പോവും. സിദ്ധാർത്ഥ് ബോധമില്ലാതെ അനക്കമില്ലാതെ അവിടെ കിടക്കുകയാണ്. വാതിൽ തുറന്ന് ആ സിലിണ്ടറുമായി ആ റൂമിലേക്ക് എത്തി അത് വേണ്ട വിധം ഘടിപ്പിക്കുകയാണ്. അപ്പോൾ കൊലയാളി പറയാണ്, എല്ലാ ജനവാതിലും വാതിലും ഒക്കെ ലോക്കാണോ എന്നൊന്ന് നോക്കിയിട്ട് വരൂ. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് മഹേഷ് ചുറ്റുപാടും നോക്കാൻ പോയി. അപ്പോൾ മനോഹർ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നുണ്ട്, അനിയാ നീ നല്ലോണം ശ്രദ്ധിക്കണം, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല, ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ പറയുന്നത്, പേടിക്കണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ മഹേഷ് എല്ലാ ജനവാതിലും വാതിലെല്ലാം അടച്ച് അങ്ങോട്ടേക്ക് തിരിച്ച് വരികയാണ്. അപ്പോൾ കൊലയാളി പറയാണ്, നിങ്ങൾ 2 പേരും പുറത്തേക്ക് പോയിക്കോളൂ, ഞാൻ ഗ്യാസ് തുറന്നു വിടാൻ പോവുകയാണ്. അത് കേട്ടതും മനോഹറും മഹേഷും പുറത്തേക്ക് പോയി. ഇയാൾ മുഖം ഒരു കർച്ചീഫ് കൊണ്ട് കെട്ടും. എന്നിട്ട് സിലിണ്ടറിൻ്റെ വായ അയാൾ തുറക്കുകയാണ്. അതിൻ്റെ അടപ്പ് തുറന്ന് ആ റൂമിൽ നിന്നും അയാൾ പോകുന്നു. റൂമിൽ സിദ്ധു മാത്രമാണ്. റൂം മൊത്തം ഗ്യാസ് നിറയാൻ പോകുന്നു. അയാൾ വേഗം ഇറങ്ങി ഡോറടക്കും. പുറത്ത് ഡോറിൻ്റെ അരികെ മനോഹറും മഹേഷും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൊലയാൾ രണ്ടുപേരോടും പറയാണ്, ഒരു അരമണിക്കൂറിനുള്ളിൽ അയാൾ ചാവും. അപ്പോൾ മഹേഷ് മനോഹറിനോട് പറയാണ്, മനോഹർ ഞാൻ എന്നാൽ പോട്ടെ. ശരി മഹേഷ്, നീ പോയിക്കോ, ഞങ്ങളും പോവുകയാണ്. ഞാൻ പറഞ്ഞിടത്ത് നീ വെയിറ്റ് ചെയ്യ്, കറക്റ്റ് 7 മണിക്ക് അവിടെ ബോട്ട് വരും. ശരി, ഞാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് മഹേഷ് പോവാം. അപ്പോൾ മനോഹർ മഹേഷിനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ശ്രീലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ ചെയ്യ്. ഓക്കെ, ഞാൻ ഫോൺ ചെയ്യാം എന്ന് മഹേഷ് പറയും. മഹേഷ് നേരെ വാനിൻ്റെ അടുത്തേക്ക് വരികയാണ്. മനോഹറും കൊലയാളിയും വേറെ സ്ഥലത്തേക്കും പോവുകയാണ്. മഹേഷ് വണ്ടിൻ്റെ ഡോറ് തുറന്ന് വണ്ടിയിൽ കയറും. എന്നിട്ട് മഹേഷ് ചന്ദ്രികയ്ക്ക് വാണിംഗ് കൊടുക്കുകയാണ്, നമ്മൾ ശ്രീലങ്കയിൽ എത്തുമ്പോഴേക്കും മിണ്ടിപ്പോകരുത് നീ. വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഒരൊറ്റ ഫോൺ കോൾ മതി എനിക്ക്, അതോടെ സിദ്ധാർത്ഥിൻ്റെ കഥ കഴിയും. അപ്പോൾ ചന്ദ്രിക പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കുറച്ച് ശബ്ദത്തിൽ അവൾ പറയാണ്, ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ദയവ് ചെയ്ത് സിദ്ധാർത്ഥ സാറിന് ഒന്നും ചെയ്യരുത്. എന്നാൽ മഹേഷ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ മുറിയിൽ സിദ്ധാർത്ഥ് കിടന്ന് പുളയാണ്. അവന് ശ്വാസം കിട്ടുന്നില്ല. റൂം നിറയെ ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. ചന്ദ്രികയും മലറിനെയും കൊണ്ട് മഹേഷ് അതിവേഗത്തിൽ വണ്ടി പോകുന്നു. ഇടയ്ക്ക് കമ്മീഷണറുടെ വണ്ടിയും കാണിക്കുന്നുണ്ട്. മഹേന്ദ്രൻ വീട്ടിൽ ഒരേ ആലോചനയിലാണ്. സിദ്ധുവിൻ്റെ റൂമിൽ സിദ്ധു ശ്വാസം കിട്ടാതെ കിടന്ന് പുളയുന്നത് കാണിക്കും. മഹേന്ദ്രൻ ആലോചിച്ചുകൊണ്ട് പരിഭ്രാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന ടൈമിൽ അയാളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്.
അയാൾ വെപ്രാളത്തോടെ ആ ഫോൺ എടുക്കും. എന്നിട്ട് ചോദിക്കും, സാർ പറ സാർ. അത് കമ്മീഷണറുടെ ഫോണായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോണ് ലാസ്റ്റ് ഒരു ലൊക്കേഷനിലാണ് സ്വിച്ച് ഓഫ് ആയത്. ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവും അവൻ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാവും എന്നാണ് ഞങ്ങളുടെ സംശയം. ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാം, നിങ്ങൾ അങ്ങോട്ട് പോരൂ. അപ്പോൾ മഹേന്ദ്രൻ ഞാൻ ഉടനെ വരാം സാർ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ വേഗം വണ്ടിയെടുത്ത് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥ് കിടന്ന് പുളയുന്നതും ഇടയ്ക്ക് മഹേഷ് വണ്ടിയുമായി സ്പീഡിൽ പോകുന്നതും, പിന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥ് കിടന്ന് പുളയുന്നതും അങ്ങോട്ടേക്ക് കമ്മീഷണർ വണ്ടിയിൽ സ്പീഡിൽ വരുന്നതും മഹേഷ് ചന്ദ്രികയും മലരനെയും കൊണ്ട് വണ്ടിയിൽ സ്പീഡിൽ പോകുന്നതും മഹേന്ദ്രന് വണ്ടിയെടുത്ത് വരുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. മറിച്ച് കാണിക്കുന്നത് ശ്വാസം കിട്ടാതെ സിദ്ധാർത്ഥ് കിടന്ന് പുളയാണ്. ചന്ദ്രിക എന്ന് അവനെ വിളിക്കുന്നുണ്ട്. അവന് കിടന്നിടത്തുനിന്ന് എണീക്കും. രക്ഷപ്പെടാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. അവൻ്റെ കണ്ണിൽ ആ ഗ്യാസ് സിലിണ്ടർ പെടും. അവൻ ചുറ്റുപാടും നോക്കും എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. പക്ഷേ അവൻ്റെ കൈ ബാക്കിലേക്ക് കെട്ടിയത് കൊണ്ട് അവനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ അടുത്തേക്ക് വന്ന് ആ ഗ്യാസ് സിലിണ്ടർ കാലുകൊണ്ടൊന്ന് തള്ളിയിടും. അവൻ ഗ്യാസ് അടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഗ്യാസ് മൊത്തം റൂമിലായിട്ട് അവനെ കാണാൻ തന്നെ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട്. അവൻ ശ്വാസം കിട്ടാതെ ചുമച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അവൻ വീണ്ടും ബോധം കെട്ട് അവിടെ വീഴും. വീണ്ടും പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നത് കാണിക്കുന്നു. മഹേന്ദ്രൻ വരുന്നത് കാണിക്കുന്നു. ചന്ദ്രികയും മലരനെയും കൊണ്ട് വേഗത്തിൽ മഹേഷ് പോകുന്നത് കാണിക്കുന്നു. അങ്ങനെ അവസാനം ആ ഗോഡൗണിൻ്റെ കോമ്പൗണ്ടിലേക്ക് കമ്മീഷണറുടെ വണ്ടിയും ബാക്കിലൊരു പോലീസ് വണ്ടിയും വന്ന് ഇറങ്ങും. എന്നിട്ട് അപ്പോൾ കമ്മീഷണർ പോലീസുകാരോട് പറയും എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്യൂ. പോലീസുകാർ ചുറ്റുപാടും ഓടി ചെക്ക് ചെയ്യാൻ പോകും. ഇപ്പുറത്ത് സിദ്ധുവിന് അനക്കമൊന്നുമില്ല. മഹേഷ് അതിവേഗം വിട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടി. മലര് കരയുന്നുണ്ട്. അപ്പോൾ മഹേഷ് മനസ്സിൽ പറയാണ്, ഇപ്പോൾ അവിടെ സിദ്ധാർത്ഥ് ശ്വാസം കിട്ടാതെ പെടയുന്നുണ്ടാവും. ഇനി നിനക്ക് അവനെ കാണാനേ പറ്റില്ല ചന്ദ്രികയെ. മലറിൻ്റെ കരച്ചിൽ കേട്ട് മഹേഷ് പറയാണ്, മലർ നീ അച്ഛൻ്റെ കൂടെ മുന്നിൽ വന്ന് കയറ്. അപ്പോൾ അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ അമ്മയെ ഒന്നുകൂടി മുറുക്കി പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ മലർ ചോദിക്കുന്നുണ്ട് അമ്മയോട്, അമ്മേ നമ്മൾ എവിടേക്കാണ് ഈ പോകുന്നത്? അപ്പോൾ അതിന് മറുപടിയായി മഹേഷ് പറയാണ്, മലർ നമ്മൾ രാജ്യം വിട്ട് പോവുകയാണ് വിദേശത്തേക്ക്. അപ്പോൾ മലർ കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ അങ്ങോട്ടൊന്നുമില്ല, ഞാനിവിടെ സിദ്ധുവിൻ്റെ ഒപ്പം ജീവിച്ചോളാം. അയാൾക്കത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് മഹേഷ് മലറിനോട് പറയാണ്, നോക്ക് സിദ്ധു നിൻ്റെ അച്ഛനല്ല, ഞാനാണ് നിൻ്റെ അച്ഛൻ. നീ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. നിന്നെ ഞാൻ പുതിയ സ്കൂളിൽ ചേർത്തു. നിനക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ ഞാൻ വാങ്ങിത്തരും. നീ ഇനി സന്തോഷത്തോടെ ജീവിക്കണം. അപ്പോൾ മലര് പറയാണ് ചന്ദ്രികയോട്, അമ്മേ എനിക്ക് സിദ്ധുവിനെ കാണണം, എനിക്ക് സിദ്ധുവിനെ കാണാൻ തോന്നുന്നു, എന്നെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അമ്മേ. അത് കേട്ടതും മഹേഷ് ദേഷ്യത്തിൽ ചന്ദ്രികയോട് പറയാണ്, എൻ്റെ മോള് പോലും എന്നെപ്പറ്റി നല്ലത് പറയുന്നില്ല. ഇവഴെപ്പോഴും സിദ്ധു സിദ്ധു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാകാൻ പോയ കുട്ടിയെ രക്ഷപ്പെടുത്തി നിനക്ക് ജീവനോടെ തന്നത് ഞാനാണ്. ആ നന്ദിയും വിശ്വാസവും നിനക്ക് ഒട്ടുമില്ല. നീ പക്ഷേ ആ സിദ്ധാർത്ഥിൻ്റെ കൂടെ നാട് ചുറ്റുവാണ്. അത് ഞാൻ അംഗീകരിക്കണം എന്നാണ് നിനക്ക്. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുക, സിദ്ധു എന്ത് ചെറിയ കാര്യം ചെയ്താലും അതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നു. ഞാൻ മലറിന് വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യവും നീ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മലര് സിദ്ധാർത്ഥിനെ ഹീറോ ആയും എന്നെ വില്ലനായും കാണുന്നത്. മലര് എന്നെ വെറുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നീയാണ്. എൻ്റെ തെറ്റുകളൊക്കെ നീ പറഞ്ഞു കൊടുത്ത് എന്നെപ്പറ്റി അവളെ മോശമായിട്ട് ധരിപ്പിച്ചിരിക്കുകയാണ് നീ. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്, കുട്ടികൾക്ക് ആര് നല്ലത് ആര് മോശമെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ അവർക്ക് താനേ മനസ്സിലാവും. അവനവൻ്റെ സമീപനം കൊണ്ട് അതൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ മലര് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ അമ്മയും സിദ്ധുവിൻ്റെ അടുത്ത് ആക്കിത്താ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കും. അപ്പോൾ മഹേഷ് ചന്ദ്രികയോട് പരിഹാസത്തോടെ പറയാണ്, ചന്ദ്രികയെ നീ മലരിനെ നന്നായി വളർത്തുന്നുണ്ട്. സ്വന്തം അച്ഛനെ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞാൻ നിങ്ങളെ കൂടെ വരുന്നുണ്ടല്ലോ, ഇനി സിദ്ധു സാറിനെ കെട്ടയച്ചു വിട്, അവരവിടുന്ന് പറഞ്ഞേക്ക്. ഇനി എന്തിനാണ് അയാളെ കെട്ടിവെച്ചിരിക്കുന്നത്? അപ്പോൾ മഹേഷ് പറയും, ഞാൻ എന്തിനാണ് അവനെ അവിടെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് അറിയോ? നീ ശ്രീലങ്ക എത്തുന്നത് വരെ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. നീ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ, അങ്ങനെ ചെയ്യണമെന്ന് നീ ആലോചിച്ചോ, ആ നിമിഷത്തിൽ എൻ്റെ ആളുകൾ സിദ്ധുവിനെ അവിടെ കൊല്ലും. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവനെ അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പോലീസ് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. ഓരോ റൂമും കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങോട്ടേക്ക് മഹേന്ദ്രനും വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് കമ്മീഷണറെ കാത്തു നിൽക്കുകയാണ്.
അപ്പോഴേക്കും മഹേന്ദ്രൻ അവിടെ എത്തി. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ചോദിക്കും, സാർ എന്തായി? അപ്പോൾ കമ്മീഷണർ പറയാണ്, ഇവിടെ സിദ്ധാർത്ഥിനെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ തെരച്ചിൽ നടത്തിയിരുന്ന പോലീസുകാർ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കമ്മീഷണർ ചോദിക്കും, എന്തായി, എന്തെങ്കിലും കണ്ടോ? അപ്പോൾ പോലീസുകാർ പറയും, എല്ലായിടത്തും തപ്പി, എവിടെയില്ല സാർ. പക്ഷേ കമ്മീഷണർ പറയും, ഇല്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇവിടെയാണ് സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോൺ അവസാനമായി സിഗ്നൽ കാണിച്ചത്. ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ആ പോലീസുകാർ നോക്കിയത് സിദ്ധാർത്ഥിനെ ഒളിപ്പിച്ച് വെച്ച ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ്. അപ്പോൾ മഹേന്ദ്രന് ചുറ്റുപാട് നോക്കിയിട്ട് പറയുന്നു, സിദ്ധാർത്ഥിനെ കിടത്തിയിരിക്കുന്ന ഗോഡൗൺ കാണിച്ചിട്ട് പറയാണ്, സാർ ആ ഗോഡൗണിൽ എന്താണ്? അപ്പോൾ കമ്മീഷണർ പോലീസുകാരോട് പറയും, ആ ഗോഡൗൺ ഉടനെ ഷട്ടർ പൊന്തിക്ക്. അപ്പോൾ എല്ലാവരും കൂടി ആ ഷട്ടറിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എല്ലാവരും കൂടി കൈവച്ച് ആ ഷട്ടർ പൊക്കും. അപ്പോൾ കമ്മീഷണർ പറയും, ഉള്ള പോയി എല്ലാം ചെക്ക് ചെയ്യ്. ഉള്ളിലേക്ക് കടന്നതും മഹേന്ദ്രൻ സാറ് ചുമ വന്ന് കുരക്കുകയാണ്. അവർക്കും ശ്വാസം കിട്ടാതായി വരികയാണ്. എന്നിട്ട് മഹേന്ദ്രൻ സാറ് സിദ്ധുവിൻ്റെ റൂം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, സാർ ആ ഒരു ഭാഗത്ത് പുക വരുന്നത് പോലെ ഉണ്ട് സാർ, എന്തോ ഗ്യാസ് ലീക്കായതുപോലെ ഉണ്ട്. അപ്പോൾ പോലീസുകാരും പറയും, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കമ്മീഷണർ പറയും, വാതിൽ തുറക്കും. അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറും. ഉള്ളിലേക്ക് കടന്നതും കൈ ബാക്കിലേക്ക് പിടിച്ച് കെട്ടി കിടക്കുന്ന സിദ്ധുവിനെയാണ് കണ്ടത്. അപ്പോൾ മഹേന്ദ്രൻ സാറ് സിദ്ധു എന്ന് വിളിച്ച് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അപ്പോൾ കമ്മീഷണർ ആജ്ഞാപിക്കും, ഇവനെ എളുപ്പമെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. അവരെല്ലാവരും കൂടിയും സിദ്ധുവിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. പോലീസ് പറയും, ആരോ ഗ്യാസ് വെച്ച് സിദ്ധാർത്ഥിനെ കൊല ചെയ്യാൻ നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥിനെ എല്ലാവരും കൂടി ആ ഗോഡൗണിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. സിദ്ധു എന്ന് മഹേന്ദ്രൻ വിളിച്ചുകൊണ്ട് അവനെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പോലീസുകാരൻ അവനെ മലർത്തി കിടത്തി അവൻ്റെ വയറിൽ ആഞ്ഞി പ്രസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും മാറി മാറി അമർത്തും. പിന്നീട് മഹേന്ദ്രൻ സാറും പിന്നെ സിദ്ധുവിൻ്റെ വയറ് അമർത്തുകയാണ്. അയാൾ സിദ്ധു എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സിദ്ധു ചുമച്ചുകൊണ്ട് എണീക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയും, സിദ്ധു നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കൂടി അവനെ എണീപ്പിച്ച് ഇരുത്തും. അപ്പോഴേക്കും സിദ്ധാർത്ഥിന് ബോധം വന്നിരുന്നു. അവൻ്റെ കൈ പിടിച്ച് മഹേന്ദ്രൻ സാർ ചോദിക്കും, മോനെ എന്താ നിനക്ക് പറ്റിയത്? എന്താ സംഭവിച്ചത്? നീ പറ. നിന്നെ ആരാണ് ഇങ്ങനെ ചെയ്തത്? മഹേന്ദ്രൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ആരാണ് ഇത് ചെയ്തതെന്ന് പറ, നീ പെട്ടെന്ന് പറ. അപ്പോൾ സിദ്ധു ഓർത്ത് പറയാണ്, ഞാൻ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നല്ലോ, ഒരു ക്യാബ് ബുക്ക് ചെയ്യണതിനെ പറ്റി പറഞ്ഞില്ലേ? അപ്പോൾ മഹേന്ദ്രന്, അതെ, ആ സമയത്ത് മഹേഷ് ആണെന്ന് തോന്നുന്നു എൻ്റെ തലയിൽ വടികൊണ്ട് അടിച്ചു. എന്നിട്ട് സിദ്ധാർത്ഥ് അതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവിടെ പറയാണ്. എന്നിട്ട് സിദ്ധു ഗോഡൗണിൽ എത്തിയതിന് ശേഷം മഹേഷ് അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരോട് പറയും. സിദ്ധു, ചന്ദ്രിക ഉടനെ മലരിനെയും കൂട്ടി എത്തുമെന്നും ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോവുകയാണെന്നും ഞങ്ങളിനി അവിടെ ജീവിക്കുകയാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നുള്ളതൊക്കെ ഓൻ ഓരോന്ന് ഓർത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനെ കരഞ്ഞുകൊണ്ട് പറയും, ചന്ദ്രികയും മലരും എവിടെയാണ് സിദ്ധാർത്ഥ്? അപ്പോൾ സിദ്ധു പറയും, അവരെ എങ്ങോട്ടോ കൊണ്ടുപോകുക എന്നാണ് പറഞ്ഞത്, എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ മഹേന്ദ്രൻ പറയണ, റാസ്കള് ചന്ദ്രികയും മലരിനെയും തട്ടിക്കൊണ്ട് പോയല്ലേ? അപ്പോൾ സിദ്ധു അതെ എന്ന് പറയും. എന്നിട്ട് ആ പോലീസ് ഇൻസ്പെക്ടറോട് പറയാണ്, സാർ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ സാർ, പ്ലീസ് സാർ ഞങ്ങളെ സഹായിക്കൂ സാർ. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, മഹേഷിൻ്റെ ഫോൺ നമ്പർ വെച്ച് അവൻ എവിടെയെന്ന് ട്രേസ് ചെയ്ത് തരാം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചന്ദ്രികയും മലരിനെയും രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടെത്തും. നിങ്ങൾ പേടിക്കണ്ട, ചന്ദ്രികയ്ക്കും മലറിനും ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ രക്ഷപ്പെടുത്തും. മഹേന്ദ്രൻ സാറ് അവിടെ ഇരുന്ന് കരയാണ്. സിദ്ധു ആണെങ്കിൽ അത് വിഷമത്തോടെ നോക്കി നിൽക്കും. എന്നിട്ട് ആ പോലീസുകാരൻ പറയാണ്, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോളൂ, ഞങ്ങൾ അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നിങ്ങളെ കയ്യിൽ തരാം. എന്നിട്ട് വേഗം പോലീസുകാർ അവിടുന്ന് പോവും. പിന്നെ കാണിക്കുന്നത് വാനിൽ. അതിനു മുമ്പ് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ കാണിക്കുന്നത് അതിവേഗത്തിൽ വാനോടിച്ച് മഹേഷ് പോവുകയാണ്. അവർ ബോട്ട് ചട്ടിയിലെത്തി. ബോട്ടിൽ കയറി ചന്ദ്രിക മലരും ഒപ്പം ഇരിക്കുന്നു. മഹേഷ് തൊട്ടപ്പുറത്തുണ്ട്. ചന്ദ്രിക മലറിനെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവർ രണ്ടുപേരും കരയുന്നുണ്ട്. ബോട്ട് അതിവേഗം കുതിച്ചു പായുകയാണ്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.